ഇന്നുണ്ടല്ലോ നല്ല നാടൻ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പയും മത്തിയും വെച്ചിട്ട് നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ കോഴിക്കോടേക്കൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ അത് നല്ല മണ്ണൊക്കെ ആയിട്ടുള്ള നാടൻ കപ്പയായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മത്തി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല, കുറച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താ ഞാൻ കഴുകി വൃത്തിയാക്കിയ കപ്പ കഷ്ണങ്ങളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു 2 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വരണം, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണേ. ഇനി ഇതാ കപ്പയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞ മത്തിയാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അല്പം വെള്ളം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. ചുറ്റി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആ ഒരു മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കുക. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. വേവിച്ച കപ്പ നമുക്ക് മത്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മത്തിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വരുന്ന സമയത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില ഇട്ടില്ല. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ടേ.